ഹേ ഗായ്സ്, എന്നത്തെയും പോലെ ഇക്കൊല്ലത്തെ വിഷു അങ്ങനെ കടന്നു പോയല്ലേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക വിഷു ആശംസകൾ. ഞാനും എൻ്റെ ഫാമിലിയും അടിപൊളിയായിട്ട് തന്നെ വിഷു ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. വിഷുവിൻ്റെ തലേന്ന് ഇതാ നമ്മൾ വീടും പരിസരമൊക്കെ വൃത്തിയാക്കി, കുറേ വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ സെറ്റാക്കി, കണീൻ്റെ സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി കുറച്ച് ചടക്കങ്ങളൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് അമ്പിത്തിരി, പൂക്കുറ്റി, ചക്രം, അങ്ങനത്തെ കുറച്ച് ചടക്കങ്ങളൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അമ്മയൊക്കെ കൂടിയിട്ട്. പിന്നെ എന്താ, അങ്ങനെ രാത്രി അങ്ങനെ തലേന്നത്തെ രാത്രി കടന്നുപോയി. രാത്രി തന്നെ തലേന്ന് തന്നെ കണീൻ്റെ ഒക്കെ സെറ്റാക്കിക്കൊണ്ട് രാവിലെ എണീച്ചിട്ട് പെട്ടെന്ന് വിളക്കത്തിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ബീച്ചിൽ പോകാമെന്നായിരുന്നു ഉച്ചക്ക്. പക്ഷേ എങ്കിൽ ഉച്ചക്കൊരു വൈകുന്നേരമായിട്ട് പോകാമെന്ന്, പക്ഷേ മഴ പെയ്തു ചതിച്ചു ഗൈസ്. അപ്പോൾ ബീച്ചിലൊന്നും പോകാൻ പറ്റിയില്ല. പായസമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഫുഡൊക്കെ കഴിച്ചു. ബിരിയാണിയാണ് ഉണ്ടായത്. അതൊക്കെ കഴിച്ചിട്ട് അനങ്ങാണ്ട് വീട്ടിലിരുന്നു. അത് സംഭവിച്ച ഗൈസ്, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും